സൈഫ് സാനുൽ ആബ്ദീൻ വിശദാംശങ്ങളുമായി. സൈഫ്, സംഘ് പരിവാർ ചാനലിൻ്റെ ഈ സംഘ അനുകൂലികളായ യൂട്യൂബ് ചാനലുകളുടെയൊക്കെ വാദങ്ങൾ പൊളിയുന്നതാണ് നമ്മൾ കാണുന്നത്. എന്ന് വെച്ചാൽ PR കൃഷ്ണൻ്റെ മകൻ അജിത്ത് പറയുകയാണ് 2020 അവരുടെ അമ്മ മരിച്ചുപോയതാണ്. ഇപ്പോൾ ആ പേരിൽ ഒരാളും പെൻഷൻ മേടിക്കുന്നില്ല. അപ്പോൾ ഇതിനെ മാധ്യമ പ്രവർത്തനമല്ല, ശുദ്ധ തോന്നിവാസം എന്ന് മാത്രമേ വിളിക്കാൻ കഴിയൂ. എങ്ങനെയാണ് ഈ ഒരു കണ്ടന്റ് ഉപയോഗിച്ച് ഈ രീതിയിലുള്ളൊരു അപവാദ പ്രചാരണം നടത്താൻ ഇവർക്ക് സാധിക്കുന്നത്? സൈഫു, ഞാൻ മാധ്യമപ്രവർത്തനം തുടങ്ങിയ കാലം മുതൽ ടീച്ചറെ കാണുന്നുണ്ട്. ടീച്ചർ ഇത്രയും വൈകാരികമായിട്ട് ഒരു ഘട്ടത്തിലും കണ്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ടീച്ചർ നമ്മൾ AKG സെന്ററിൽ പോയി നിൽക്കുമ്പോൾ ടീച്ചർ രാവിലെ വന്ന് AK സെന്ററിലൊക്കെ കയറി വരുമ്പോൾ നമ്മളടുത്തെല്ലാം കുശലം പറഞ്ഞ് ചിരിച്ച് കാര്യങ്ങൾ ചോദിച്ച് ആഹാരം കഴിച്ചു എന്നൊക്കെ ചോദിച്ച് വളരെ സ്നേഹത്തോടു കൂടി കയറിപ്പോകുന്ന ടീച്ചറാണ് എല്ലാ കാലത്തും കണ്ടിട്ടുള്ളത്. ഇന്ന് ടീച്ചറുടെ ദൃശ്യങ്ങൾ കാണുമ്പോൾ സത്യത്തിൽ അത് നമുക്ക് പറയാൻ പോലും കഴിയുന്നില്ല. അങ്ങനെ അത്രയും വൈകാരികമായിട്ടാണ് അവർ പ്രതികരിക്കുന്നത്. അത്രയും വിഷമം അവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അവിടെ നിന്ന് തിരിഞ്ഞു നിന്ന് കരയാണ്. AK സെന്ററിൻ്റെ ഫ്രണ്ട് ഓഫീസിൽ നിന്ന് തിരിഞ്ഞു നിന്ന് കരയുമ്പോൾ അവർ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ലേഡിയാണ്. അവർ മന്ത്രി ആയിരുന്ന ആളാണ്, MP ആയിരുന്ന ആളാണ്, അത്രയും സ്ട്രോങ് ലേഡിയാണ് അവർ. എന്നിട്ട് അവർക്ക് ആ സങ്കടം പുറത്ത് വരേണ്ടി വന്നു എന്നുള്ളത് ഓർക്കുമ്പോൾ അവർ അത്രത്തോളം അതിനവർക്ക് വേദന ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ സൈഫ് പറഞ്ഞാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശുദ്ധ തോന്നിയാസമാണ് കാണിച്ചത്. അത് എന്തുകൊണ്ട് അവർ ചെയ്യുന്നു എന്ന് വെച്ചാൽ അവരുടെ ഒരു രീതി അങ്ങനെ ആയിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ. ഇപ്പോൾ സൈഫു ആദ്യം ചോദിക്കുന്നത് കേട്ടു, ഇത് ആരാണ് ഇതിൻ്റെ പിന്നിലെന്ന് ടീച്ചറോട് ചോദിക്കുന്നത് കേട്ടു. സൈഫുന് തന്നെ മനസ്സിലായിട്ടുണ്ട് ആരാണെന്ന്. സൈഫു ആദ്യം എന്നോട് പറഞ്ഞു തുടങ്ങിയത് തന്നെ അതാണ്, സംഘപരിവാറാണ് എന്നുള്ളത്. അത് കർമ്മയായാലും NNTV ആയാലും ഭാരത് ലൈവോ ന്യൂ ലൈവോ അങ്ങനെ എന്തായാലും ഇതെല്ലാം സംഘപരിവാറുമായി ചേർന്ന് നിൽക്കുന്ന സംവിധാനങ്ങളാണ്. അവർക്ക് ഇതുകൊണ്ട് ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു പ്രചരണം നടത്തി, അല്ലെങ്കിൽ വാർത്ത കൊടുത്ത് ഇങ്ങനെ ഒരു പ്രചരണം നടത്തിയത് കൊണ്ട് എന്താണ് ലക്ഷ്യം എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഒന്ന്, ഇത് മറ്റ് 2 ഓൺലൈൻ ചാനലാണെങ്കിൽ മറ്റൊരു സാറ്റലൈറ്റ് ചാനലാണ്. അത് ഒരു വാർത്ത കൊടുക്കുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുന്നുണ്ട്. ഇപ്പോൾ സൈഫ് സൂചിപ്പിച്ച പോലെ തന്നെ സൈഫ് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അജിത്ത് പറയുന്നുണ്ടല്ലോ, 5 വർഷം മുമ്പ് 2020 ഫെബ്രുവരി 23 അങ്ങാണ്ട് അമ്മ മരിച്ചു പോയിന്ന്. അതൊന്ന് സാധാരണഗതിയിലൊന്ന് തിരക്കിയാൽ മാത്രം അറിയുന്ന കേസാണ്. ഒരു വാർത്ത കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം അതൊന്ന് തിരക്കിയാൽ മനസ്സിലാവുന്ന കേസാണ്. ആ പ്രാഥമിക അന്വേഷണം പോലും ഇല്ലാതെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ കാര്യം. ഇതിനകത്ത് വേഗത്തിൽ തന്നെ ഇത് ചെയ്ത ആൾക്കാരെ കണ്ടുപിടിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇതിൻ്റെ രേഖകളെല്ലാം ടീച്ചർ ഇതിനോടകം തന്നെ സംഘടിപ്പിച്ചു കഴിഞ്ഞു. വേണമെങ്കിൽ അവർ കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞു. ആഭ്യന്തരമന്ത്രിക്ക്, മുഖ്യമന്ത്രിക്ക് ഇന്ന് തന്നെ പരാതി കൊടുക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാന പോലീസ് മേധാവിയിലേക്ക് കിട്ടും. അതിനകത്തൊരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ ഇതെവിടെ നിന്നാണ് അതിൻ്റെ ഉറവിടം, ഇതിപ്പോൾ കർമ്മയാണോ ആദ്യം കൊടുത്തത്, മറ്റുള്ളവരാണോ ആദ്യം കൊടുത്തത് നമുക്കറിയില്ല. എന്തായാലും അതിൻ്റെ ഉറവിടം കണ്ടെത്താൻ അധികം സമയം വേണ്ടി വരില്ല. ഇത് അപവാദ പ്രചരണത്തിന് വേണ്ടി മാത്രമാണ്, വേറെന്തെങ്കിലും ലക്ഷ്യമാണ്. വലിയ വേറൊരാളുടെ പെൻഷൻ ടീച്ചർ മേടിക്കുന്നു, അത് തടയാൻ വേണ്ടിയുള്ള ഞങ്ങളുടെ മാധ്യമ ഇടപെടലാണ് എന്നൊന്നും പറയാൻ ഇതിനകത്ത് കഴിയത്തില്ലല്ലോ. അത് ഏതോ ഒരു വാലും തലയുമില്ലാത്ത ഒരു വിവരം കിട്ടി, അതിൽ PK ശ്രീമതി ടീച്ചർ എന്ന പേര് കണ്ടു, അങ്ങ് ഇറങ്ങിയതാണ്. അതെ, അവരുടെ അമ്മയുടെ പേരിലും ടീച്ചറുണ്ട് എന്ന് പറഞ്ഞില്ലേ സൈഫു? അപ്പോൾ PK ശ്രീമതി ടീച്ചർ എന്ന് പേര് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു അവർക്ക് ഈ PK ശ്രീമതി ടീച്ചർ എന്ന് പറയുന്നത് കേരളത്തിൽ ഒരാളെ ഉള്ളൂ എന്ന് ചിലപ്പോൾ അവർ ധരിച്ചിട്ടുണ്ടാകാം. ചിലപ്പോൾ അതായിരിക്കാം കാരണം. ആ ധാരണയുടെ പുറത്തായിരിക്കാം ചിലപ്പോൾ ഇത് ചെയ്തത്. എന്തായാലും അതിന് വാർത്ത എന്ന് നമ്മൾ പറയുന്നില്ല. സൈഫ് ഉപയോഗിച്ച വാചകം തന്നെ ഒന്നുകൂടി ഉപയോഗിക്കുക, ശുദ്ധ തോന്നിയാസമാണ് കാണിച്ചത്. ആ സ്ത്രീയെ അവർ പൊതുസമൂഹത്തിന് മുന്നിൽ അപമാനിക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. അല്ലാതെ ആ പെൻഷൻ വാങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തടയാൻ വേണ്ടിയുള്ള സതുദ്ദേശമല്ലായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് സൈഫ്. യെസ്. അപ്പോൾ എന്തായാലും സംഘപരിവാറിൻ്റെ വാദമുഖങ്ങൾ മുഴുവൻ പൊളിയുകയാണ്. എന്ന് വെച്ചാൽ കഴിഞ്ഞ കുറേ ദിവസമായി PK ശ്രീമതി ടീച്ചർക്കെതിരെ ഈ രീതിയിലുള്ള വ്യാജ വാർത്തകൾ അടിച്ചു വിടുകയാണ്. യാതൊരു വാസ്തവവുമില്ലാത്ത, ഒട്ടുമേ നിലവാരമില്ലാത്ത ഈ രീതിയിലുള്ള വാർത്തകൾ പടച്ചു വിടുമ്പോൾ ഒരു വ്യക്തിയെ അത് എത്രമേൽ വേദനിപ്പിക്കുന്നുണ്ട്, വിഷമിപ്പിക്കുന്നുണ്ട് എന്നുള്ള മിനിമം ബോധ്യവും ഈ പറയുന്ന മാധ്യമപ്രവർത്തകരെന്ന് അവർ തന്നെ സ്വന്തം പറയുന്ന രീതിയിലുള്ള ആളുകൾക്ക് വേണമെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. എന്ന് വെച്ചാൽ ഒരു വാർത്ത കേൾക്കുമ്പോൾ അതിൻ്റെ നിജസ്ഥിതിയെക്കുറിച്ച് അന്വേഷിക്കുക എന്നുള്ളത് ഏറ്റവും മിനിമം കോമൺ സെൻസ് ഉപയോഗിച്ചൊരു മാധ്യമപ്രവർത്തകൻ ചെയ്യേണ്ടതാണ്. അത് ചെയ്യാത്ത ഒരാളെ മാധ്യമപ്രവർത്തകനെ നമുക്ക് വിളിക്കാൻ കഴിയില്ല. എന്തായാലും ഈ രീതിയിൽ ഇപ്പോൾ PR കൃഷ്ണൻ്റെ മകൻ വന്ന് ഇക്കാര്യം മുഴുവൻ മീഡിയ വണ്ണുമായി പ്രതികരിക്കുന്നതും ഇപ്പോൾ നമ്മൾ കണ്ടു. 2020 അവരുടെ അമ്മ മരിച്ചുപോയതാണ്. അവരുടെ അമ്മയുടെ പേര് PK ശ്രീമതി ടീച്ചർ എന്നായിരുന്നു. അച്ഛൻ PR കൃഷ്ണൻ മുൻ MLA യുമാണ്.
പക്ഷേ കേട്ട പാതി കേൾക്കാത്ത പാതി PK ശ്രീമതി ടീച്ചർ ഇപ്പോഴും ഭർത്താവിൻ്റെ പേരിൽ പെൻഷൻ വാങ്ങിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് വാർത്ത പടച്ചുവിടുകയാണ്. ഈ PK ശ്രീമതി ടീച്ചർ മുൻ MLA ആണ്, മുൻ മന്ത്രിയാണ്. അവർക്ക് വേറെ ആരുടെയും പെൻഷൻ കിട്ടേണ്ടതില്ല. അവർക്ക് സ്വന്തം നിലക്ക് പെൻഷൻ ഉണ്ട് എന്ന മിനിമം ബോധമെങ്കിലും ഇല്ലാത്ത ആളുകളെ ഒരു കാരണവശാലും നമുക്ക് ആദ്യഭാഗത്ത് നിന്ന് വിളിക്കാൻ കഴിയില്ല.